ജിഹാദ് വീണ്ടും ഹിന്ദു പെൺകുട്ടികളെ വേട്ടയാടുകയാണ്. ലവ് ജിഹാദിന് വീണ്ടും മറ്റൊരു ഇര കൂടി. കാസർഗോഡ് ബദിയടുക്ക നക്രാജിൽ 25 വയസ്സുള്ള ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട യുവതിയെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട യുവാവ് പ്രണയം നടിച്ച തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു. തന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി എന്ന മാതാവിന്റെ പരാതി പോലും വിലക്കെടുക്കാതെയുള്ള ബദിയടുക്ക പോലീസ് ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെയും ലവ് ജിഹാദിനെതിരെയും VHP ബദിയടുക്ക പ്രഖണ്ഡ് സമിതിയുടെ നേതൃത്വത്തിൽ സമാധാനപരമായി സംഘടിപ്പിച്ച മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. അകാരണമായി പോലീസ് പ്രവർത്തകർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. ലവ് ജിഹാദ് വിഷയത്തിൽ ബദിയടുക്ക പോലീസിന്റെ ഭാഗത്തുനിന്ന് ഹൈന്ദവ വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചത് എന്ന് VHP നേതാക്കൾ പറഞ്ഞു. സാമൂഹ്യപരമായ ഒരു ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു മാർച്ചിന് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ പോലീസ് സ്റ്റേഷന്റെ മുന്നിലേക്ക് ഈ മഴയും തണവൽക്കളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മാർച്ച് നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഏതുദ്ദേശപ്രകാരമാണ് നമ്മുടെ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പോലീസ് സംവിധാനം പ്രവർത്തിക്കേണ്ടത്? അവരുടെ ഉത്തരവാദിത്തം എന്താണ്? അവരുടെ കടമ എന്താണ്? അവരുടെ ധാർമ്മികത എന്താണ്? അത് ചെയ്യാതെ വന്നപ്പോ സാമൂഹ്യ വിരുദ്ധതക്ക്, സാമൂഹ്യ അപകടത്തിന് നേതൃത്വം കൊടുക്കുവാൻ CIയുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ അതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിലാണ് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി സാമൂഹ്യമായ ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘപരിവാർ സംഘടനകൾക്ക് ഇങ്ങനെയൊരു മാർച്ചിന് നേതൃത്വം കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഇക്കഴിഞ്ഞ 24-നാണ് ബദിയടുക്ക സ്റ്റേഷൻ പരിധിയിലെ ഒരു സ്ഥാപനത്തിൽ അധ്യാപികയായ യുവതിയെ 25-കാരനായ മുസ്ലിം യുവാവ് തട്ടിക്കൊണ്ടുപോയത്. പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ വിമൺ മിസ്സിംഗിന് പോലീസ് കേസെടുത്തിരുന്നു. 26-ന് പെൺകുട്ടിയുമായി കോർട്ടിൽ ഹാജരാകാനായിരുന്നു യുവാവിന് നിർദ്ദേശം. എന്നാൽ അവിടെ VHP പ്രവർത്തകരും പെൺകുട്ടിയുടെ വീട്ടുകാരും ഉണ്ടെന്നറിഞ്ഞതോടെ 27-ാം തീയതി പെൺകുട്ടിയുമായി യുവാവ് കാഞ്ഞങ്ങാട് കോർട്ടിൽ ഹാജരാകുകയും പെൺകുട്ടിയെ തന്റെ വീട്ടിലേക്ക് അവിടെ നിന്ന് കൊണ്ടുപോകുകയും ചെയ്തു. എല്ലാം വളരെ പ്ലാൻ ചെയ്തുള്ള നീക്കങ്ങൾ. കാരണം അവനറിയാം 26-ന് ബദിയടുക്ക കോർട്ടിൽ ഹാജരാക്കിയാൽ പെൺകുട്ടിയെ തനിക്ക് നഷ്ടമാകും എന്ന്. അതിനാൽ ബദിയടുക്ക പോലീസിന്റെ ഒത്താശയോടെ യുവാവ് വളരെ പ്ലാൻ ചെയ്ത മറ്റൊരു കോർട്ടിൽ പെൺകുട്ടിയെ ഹാജരാക്കി. കുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്നും ഹിന്ദു നേതൃത്വത്തിൽ നിന്നും കുട്ടിയെ അകറ്റിക്കൊണ്ടുപോയി. കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത മതേതര ഹിന്ദു സമൂഹം ഇനിയും കണ്ണടച്ചിരുന്നാൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെയാണ്, നമ്മുടെ സ്വപ്നങ്ങളെയാണ്. നാളെ ഒരു പക്ഷേ നമ്മുടെ വീട്ടിലും ജിഹാദികൾ നടനമാടാം. കേരളത്തിൽ താണ്ഡവമാടുന്ന ലവ് ജിഹാദിനെതിരെയും ലവ് ജിഹാദ് പോലെയുള്ള മത തീവ്രവാദങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരം പോലീസ് ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾക്കുമെതിരെയാണ് VHP ബദിയടുക്ക പ്രഖണ്ഡ് സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത്. പോലീസ് സ്റ്റേഷന് അകലെ വെച്ച് മാർച്ച് തടഞ്ഞപ്പോഴാണ് ഉന്തും തള്ളും സംഘർഷാവസ്ഥയും ഉണ്ടായത്. നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ സമാധാനിപ്പിച്ചത്. ആയിരക്കണക്കിന് ആളുകളാണ് മാർച്ചിൽ പങ്കാളികളായത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ശ്യാം മോഹൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. BJP മണ്ഡലം പ്രസിഡന്റ് ഹരീഷ് നാരമ്പാടി അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ വിഭാഗ സെക്രട്ടറി സംഗപ്പ ഭണ്ഡാരി, ഹരീഷ് ഏത്തടുക്ക, അഡ്വക്കേറ്റ് ഗണേഷ്, സുനിൽ കിന്നമാണി, സേവാ പ്രമുഖ് സുരേഷ് ഷെട്ടി, ഹരിപ്രസാദ് ഷെട്ടി, RSS കാര്യവാഹക് പവിത്രൻ KK പുറം, BJP നേതാക്കളായ രവീന്ദ്രരെ, സുധാമോ ഗോസഡ, ഗോപാലകൃഷ്ണ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് ഹിന്ദു വിശ്വാസ്.